ഉദ്ദിതാ ദൈവമേ രക്ഷക സമാധാനമേ. അങ്ങനെയെങ്കിൽ നമുക്ക് കൺക്ലൂഷനിലെത്താം. എല്ലാ ഉള്ളിൽ നിറഞ്ഞ വശ്യതകളും പോസിറ്റീവ് എനർജി ആകണമെന്നില്ല, നെഗറ്റീവ് എനർജി ആകാൻ തീരും എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ട പ്രത്യേകത, എത്തരത്തിലുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി സ്വാധീനിക്കുന്നത്? പ്രധാനമായും ഒറ്റയ്ക്ക് നടക്കുന്നവർ, ഉദാഹരണമായി കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകും, പക്ഷേ അവർ കുടുംബജീവിതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്തു പോകുന്നു. എല്ലാ കാര്യങ്ങളും കുടുംബജീവിതത്തിൽ ജീവിക്കുന്നവർക്കുണ്ടല്ലോ, എൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല, സാമ്പത്തികമായിട്ടും എല്ലാ കാര്യം ചെയ്തു കൊടുക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏകാന്ത ജീവിതത്തിൽ അവസാനം അദ്ദേഹം വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത നല്ല ശതമാനമാണ്. അത് കുടുംബജീവിതത്തിൽ എന്ന് മാത്രമല്ല, സന്യാസ ജീവിതത്തിലും വൈദികത്തിലുമെല്ലാം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി പിടിക്കാൻ സാധ്യതയുള്ളത് ഒറ്റപ്പെട്ട് മാറി നിന്ന് പോകുന്നവരെയാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എത്തരത്തിലാണ് പലപ്പോഴും മാറാതുള്ളത്. പലപ്പോഴും പലരും ഇത്തരത്തിലുള്ള എനർജിയിൽ ചേർന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് കുറേ നാളുകൾ കഴിയുമ്പോഴാണ് ചിന്തിക്കുന്നത്, എൻ്റെ ജീവിതം മൊത്തം വേസ്റ്റായിട്ട് പോയി, എൻ്റെ കൂടെ നിന്ന ആ ഗ്രൂപ്പും ആ വ്യക്തിയും എന്നെ പറ്റിക്കുകയായിരുന്നല്ലോ, എനിക്ക് നഷ്ടങ്ങളാണല്ലോ സംഭവിച്ചത്. അതെല്ലാം സംഭവിക്കുന്ന സമയമാകുമ്പോഴേക്കും, ചിന്തിക്കുന്ന സമയമാകുമ്പോഴേക്കും ജീവിതത്തിൻ്റെ നല്ല ഭാഗവും ആ വ്യക്തിക്ക് തീർന്നു പോയിരിക്കും. ആയതിനാൽ പലപ്പോഴും ഇത്തരത്തിലുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി പലരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ അത്ര ശക്തമായി ന്യൂക്ലിയസ് പോലെ ഈ നെഗറ്റീവ് എനർജി പിടിച്ചതുകൊണ്ട് അയാളെ രക്ഷിക്കുവാൻ സാധിക്കാതെ വരുന്നു. പലപ്പോഴും ഡോക്ടേഴ്സിന് പോലും ഇദ്ദേഹത്തിൻ്റെ അസുഖം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഡോക്ടേഴ്സ് എന്ന് മാത്രമല്ല, ആത്മീയ അധികാരികളും അതോടൊപ്പം തന്നെ നല്ല സൈക്കാട്രിസ്റ്റുകളും എല്ലാവരും ചിന്തിക്കുന്നു, കൗൺസിലേഴ്സൊക്കെ, പക്ഷേ ഇദ്ദേഹത്തിന് രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി തന്നെ. കാരണം അത്രത്തോളം ആന്തരിക രഹസ്യം നിറഞ്ഞ അവസ്ഥയാണ്. പുറത്തു പോകുമ്പോൾ ഒന്നും അദ്ദേഹത്തിൽ കാണുകയില്ല. ഇത്തരത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു, ഞാൻ ഇത്ര നാളും വളർന്നപ്പോൾ എത്രയോ അനുഭവ ജ്ഞാനത്തിലൂടെ പോസിറ്റീവ് എനർജിയിലൂടെയാണ് എനിക്ക് ലഭിച്ചതെന്നും, അത് രാഷ്ട്രീയവും ആധ്യാത്മികവും പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെ വളർച്ചയിലൂടെ തന്നെയും, ഡോക്ടർമാർ വളർത്തിയ വളർച്ചയിലൂടെ തന്നെയും ഒത്തിരി അനുഗ്രഹമാണ് ലഭിച്ചത്. അതിനാൽ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവത്തിന് നന്ദി.